മാസപ്പടി കേസാണ് CPM രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഇടതു രാഷ്ട്രീയത്തെ പ്രതിസന്ധിയിലാക്കുന്ന പുതിയ സാഹചര്യം. മാസപ്പടി കേസ് ആയുധമാക്കുകയാണ് പിണറായി വിജയനെതിരെ കോൺഗ്രസും UDFും. കടുത്ത നീക്കത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. റിയാസിന് പിന്നാലെ അന്വേഷണം പിണറായിലേക്കും എത്തുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കം. പിണറായി പ്രതിപക്ഷ നേതൃപദവി ഒഴിയണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ടാവും UDFിന്റെ നീക്കം. മാസപ്പടി കേസിൽ എങ്ങനെ പ്രതിരോധമുയർത്തുമെന്ന് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട ആശയക്കുഴപ്പം മുതലെടുക്കാൻ കൂടിയാണ് UDFിന്റെ ശ്രമം. എന്താണ് ഈ നീക്കം, അതിൻ്റെ സാധ്യതകൾ വിശദമായി നോക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വളരെ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. ഇതിൽ ഇപ്പോൾ അന്വേഷണം മുഹമ്മദ് റിയാസിലാണ്, പക്ഷേ അത് പിണറായി വിജയനിലേക്ക് എത്തും എന്ന സാധ്യത കൂടി UDF മുന്നിൽ കാണുമ്പോൾ പ്രതിപക്ഷ നേതൃപദവിയിൽ പിണറായി തുടരുന്നത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് എങ്ങനെ ഒരുങ്ങുന്നു? എന്താണ് ഇക്കാര്യത്തിൽ UDFും കോൺഗ്രസുമുള്ള പൊതുനീക്കം? CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ ഗുരുതരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് വീണ വിജയനെതിരായ നടപടിയായി മാത്രം കാണാനാവില്ല, അതിനപ്പുറത്തേക്ക് അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് കൂടി എത്തും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നതിനുള്ളൊരു നീക്കം കോൺഗ്രസ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ ആരോപണങ്ങൾ ഗൗരവതരമുള്ളതാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ആരോപണ വിധേയർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചത്. മാത്രമല്ല LDFിനുള്ളിലെ CPI ഉൾപ്പെടെ ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന പരസ്യമായൊരു നിലപാടെടുത്ത് രംഗത്തിറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ മൗനം തുടർന്നാൽ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കും എന്ന ഒരു വിലയിരുത്തലിൽ കൂടിയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ഒഴിയണമെന്ന ഒരു രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം EDയുടെ നീക്കങ്ങളെ പൂർണ്ണമായി കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെ സമാനമായ തരത്തിൽ ED നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മന്ത്രി കൂടിയായ K മുരളീധരനാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ രാഷ്ട്രീയമായി CPMനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും അതിന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൃത്യമായ മറുപടി നൽകാൻ കഴിയാതെ പോകുന്നതാണ് ഇതിലെ ദുരൂഹത എന്ന ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കണമെന്നൊരു വിലയിരുത്തലിലേക്ക് കൂടി അവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രചാരണങ്ങൾ എത്രയും പെട്ടെന്ന് ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും നടക്കുമെന്ന വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതിനെ ഹീനമായ രാഷ്ട്രീയ ആയുധമായി EDയെ ഉപയോഗിച്ചുകൊണ്ട് CPMനെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും യുവ നേതാവായ മുഹമ്മദ് റിയാസിനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ED ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രതിരോധമാണ് CPM തീർക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും നടക്കുമെന്നാണ് അറിയുന്നതും. അതിനിടെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മൗനം അവലംബിച്ചാൽ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി ഈ വിഷയത്തെ ഉപയോഗിക്കണമെന്ന ഒരു പൊതുവികാരം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ അദ്ദേഹം ഈ വിഷയങ്ങൾക്ക് മറുപടി പറയുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇടതുമുന്നണി CPI എന്തായാലും പ്രതിരോധിക്കാനില്ല, മറ്റ് ഘടകകക്ഷികൾക്കും കാര്യമായി ഒന്നും ചെയ്യാനില്ല. CPM തന്നെ ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്ന് നിലപാടെടുത്തതാണ്. പക്ഷേ ഇന്നലെ ദേശാഭിമാനി മുഖപത്രത്തിൽ ചില സൂചനകൾ ഉണ്ട്. പക്ഷേ വീണയുടെ പേരൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ ഇത് മുഹമ്മദ് റിയാസിലേക്കോ അതല്ലെങ്കിൽ പിണറായി വിജയനിലേക്കോ നേരിട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ലേ? അപ്പോൾ മാസപ്പടി കേസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് പ്രതിരോധം എങ്ങനെ തീർക്കുമെന്ന വലിയൊരു ആശയക്കുഴപ്പമില്ലേ? പ്രത്യേകിച്ച് ഘടകകക്ഷികൾ CPIക്കും LDFിനകത്തും ഉണ്ടാകുന്ന ആശയക്കുഴപ്പം, ഒരുപക്ഷെ പിണറായി മാറി നിൽക്കണമെന്ന ആവശ്യമൊക്കെ ഘടകകക്ഷികളിൽ നിന്നും ഉയരാൻ എന്തെങ്കിലും വിദൂര സാധ്യതയെങ്കിലും ഉണ്ടോ? 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ഒടുവിലാണ് ഇപ്പോൾ 38 സീറ്റിലേക്ക് ഒതുങ്ങി നിയമസഭയിൽ ദയനീയമായൊരു സാഹചര്യത്തിലേക്ക് LDF എന്ന മുന്നണിക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞത്. അതിനിടയിലാണ് പാർട്ടിയെ, പ്രത്യേകിച്ച് CPMനെ കൂടുതൽ
പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഈ ഇഡിയുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുതിർന്ന നേതാക്കൾ കൂടിയായ അല്ലെങ്കിൽ പാർട്ടിയെ മുന്നണിയെ നയിക്കുന്നവരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന പദവി അത് ഈ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ദുരുപയോഗം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ മകൾ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യാതൊരു സേവനങ്ങൾക്കുമല്ലാതെ പണം എത്തിയത് 1.72 കോടി എത്തിയത് എന്ന ഒരു കണ്ടെത്തലിലാണ്, അത്തരമൊരു ആരോപണമാണ് ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം. അതിലാണ് ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ വീണ ടി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ വ്യക്തിപരമായി അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം അവർക്ക് മാത്രമാണ്. അതിലേക്ക് രാഷ്ട്രീയം വലിച്ചിഴക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുള്ള നേതാക്കൾ മുന്നണിക്കുള്ളിലുണ്ട്, CPM-നുള്ളിലുണ്ട്. CPI അത് തന്നെയാണ് പരസ്യമായി പലതവണ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് അക്കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ വാർത്താക്കുറിപ്പിലെ പരാമർശങ്ങൾ, ഈ ചില ഹവാല ഇടപാടുകളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ വാർത്താക്കുറിപ്പ്. അതിലെ പരാമർശങ്ങൾ ശരിവെക്കുന്ന ഏതെങ്കിലും തെളിവുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാകും ഇവർ ശരിക്കും പ്രതിരോധത്തിലായി മാറുക. അതല്ല എങ്കിൽ ഒരു ആരോപണമായി മാത്രമേ അത് നിൽക്കുകയുള്ളൂ. അത്തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ ഇഡി കോടതിയിൽ സമർപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയോ ചെയ്താൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് CPM നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന നിലപാടിൽ പാർട്ടി അടിയുറച്ചു നിൽക്കുന്നതും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ്. മുഹമ്മദ് റിയാസ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇതിനെ താൻ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ്. എന്തായാലും പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് വീണ ടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ CMRL എക്സാലോജിക് ഇടപാടിൻ്റെ തുടരന്വേഷണം നീങ്ങുന്നു എന്ന സൂചനകളുടെ ബലം കൂട്ടുന്നതാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള നീക്കം CPM ഒറ്റക്കെട്ടായി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് UDF അവിടെ മൗനം അവലംബിക്കാതെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാതെ മാറി നിന്നാൽ അത് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടല്ല എന്ന വിലയിരുത്തൽ അതിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് കൂടി പാർട്ടി ഔദ്യോഗികമായി ഒരുക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. ഇന്നലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര നേതാക്കൾ അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർക്കെതിരെ ED നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ. അതായത് കോൺഗ്രസിന് EDയുടെ നീക്കത്തെ അതേപടി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കൂടി CPM-ൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രതിരോധം ആ രീതിയിൽ കൂടി മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് കരുതലിൽ തന്നെയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോറ്റു നിൽക്കുന്ന ഒരു മുന്നണിയുടെ തലവനെതിരെ തന്നെ ഈ സാധ്യത പ്രയോജനപ്പെടുത്തുക, അതാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും തന്ത്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.